രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ആഗോള ബിസിനസ് സാമ്രാജ്യത്തിലും ഒരേ സമയം കൊടുങ്കാറ്റുയർത്തിയ കോടികളുടെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു വലിയ വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണോടിക്കുന്നത്. അറബിക്കടലിന്റെ തീരത്ത് സ്വപ്നതുല്യമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പുകാരനായ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ പകുതിയോളം ഓഹരികൾ വിൽക്കാൻ ഒരുങ്ങുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഭീമന്മാരുമായി ചേർന്ന് അദാനി ഗ്രൂപ്പ് നടത്തുന്ന ഈ നീക്കം വെറും ഒരു കച്ചവടം മാത്രമല്ല, പശ്ചിമേഷ്യൻ തുറമുഖങ്ങളുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ചതുരംഗക്കളിയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആയിരക്കണക്കിന് കോടി രൂപയുടെ പൊതുപണം ഒഴുക്കി വലിയ ജനകീയ സമരങ്ങളെ അതിജീവിച്ച് നിർമ്മിച്ച ഈ സ്വപ്ന പദ്ധതിയുടെ പകുതിയോളം വിഹിതം അദാനി കൈമാറുമ്പോൾ സ്വാഭാവികമായും വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദാനി വിഴിഞ്ഞം വിൽക്കുകയാണോ ചെയ്യുന്നത്? ഈ അണിയറ നീക്കങ്ങളിലൂടെ വരും നാളുകളിൽ കോടികളുടെ വമ്പൻ ലാഭം കൊയ്യാൻ പോകുന്നത് ആരായിരിക്കും? 40 വർഷത്തെ നീണ്ട കരാർ കാലാവധിയും CAG റിപ്പോർട്ടുകളിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ട നിക്ഷേപ വ്യവസ്ഥകളും ആർക്കാണ് കൂടുതൽ അനുകൂലമായി മാറിയിരിക്കുന്നത്? കേരളത്തിന്റെ വികസന ഭൂപടത്തെ മാറ്റിമറിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഈ പുതിയ ഉടമസ്ഥാവകാശ തർക്കങ്ങളുടെയും ഇതിന് പിന്നിലെ യഥാർത്ഥ സാമ്പത്തിക നേട്ടങ്ങളുടെയും കാണാപ്പുറങ്ങൾ പൂർണ്ണമായും തുറന്നു കാട്ടുന്നതാണ് ഈ വീഡിയോ. സാമ്രാജ്യത്വ ശക്തികളുടെയും ആഗോള കോർപ്പറേറ്റുകളുടെയും തന്ത്രങ്ങൾ നിറഞ്ഞ ആ വലിയ സത്യത്തിലേക്ക് നമുക്ക് കടക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പുകാരനായ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ഓഹരികൾ വിൽക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ സജീവമായിട്ടുള്ള ചർച്ചാ വിഷയം. സ്വിസ് ആസ്ഥാനമായുള്ള ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ആയിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് വിഴിഞ്ഞത്തിന്റെ 49% ഓഹരികൾ വിൽക്കാൻ അദാനി പോർട്സ് തീരുമാനിച്ചതോടെയാണ് വലിയ തർക്കങ്ങൾ ഉയർന്നു വന്നത്. ഈ ഇടപാട് 13,000 കോടിയിലധികം രൂപയുടെ വിദേശ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് എത്തുമെന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. എന്നാൽ അദാനി വിഴിഞ്ഞം വിറ്റോ എന്ന ചോദ്യത്തിന് പിന്നിലെ സത്യാവസ്ഥയും ഈ വൻകിട പദ്ധതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ ലാഭം കൊയ്യുന്നത് ആരാണ് എന്നതും സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. നമുക്കറിയാം, വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി തന്നെയാണ്. ഇതുപോലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചരിത്രത്തിൽ എപ്പോഴൊക്കെ വലിയൊരു സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ തുടക്കത്തിൽ തന്നെ അതിലേക്ക് കാശ് ഇറക്കിയവരാണ് പിന്നീട് ലൈഫ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അതായത് ലോകത്തുള്ള കോടീശന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാർക്കറ്റിൽ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നിക്ഷേപിച്ചവരാണ് പണക്കാരായതൊക്കെയും. അതുപോലെ നിങ്ങൾക്കും ഇപ്പോൾ മികച്ചൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ് ബജാജ് ലൈഫ്. ഇപ്പോൾ അവരുടെ നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ട് എന്ന പുതിയ NFO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ കുറഞ്ഞത് 10 മുതൽ 20% ഭാവിയിലേക്ക് വളരുന്ന രീതിയിൽ മാറ്റിവെക്കുക. കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് മരണം സംഭവിച്ചാലോ? പേടിക്കേണ്ട, നിക്ഷേപം ഒരിക്കലും മുടങ്ങില്ല. എന്തിനു വേണ്ടി നിക്ഷേപം തുടങ്ങിയോ ആ ലക്ഷ്യങ്ങൾ മുടങ്ങാതിരിക്കാൻ തുടർന്നുള്ള നിക്ഷേപം കമ്പനി തന്നെ നടത്തുകയും അതോടൊപ്പം അടയ്ക്കുന്ന മാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് കുടുംബത്തിന് നൽകുകയും ചെയ്യുന്ന ഒരു ട്രിപ്പിൾ ബെനിഫിറ്റും ഇവിടെ ഉണ്ട്. ഇവിടെ NAV 10 രൂപയാണ് വരുന്നത്. വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന റിട്ടേണിന് നിലവിലെ നിയമപ്രകാരം ടാക്സ് ഇല്ല എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം മിക്ക ബാങ്കുകളും 5-6% മാത്രം പലിശ നൽകിയപ്പോൾ സാഹചര്യങ്ങളിലും 15.4% വരെ റിട്ടേൺസ് നൽകിയ ചരിത്രമുള്ള ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണിത്. NRIസിനാണെങ്കിൽ മാസം 18,000 രൂപയൊക്കെ നിക്ഷേപിച്ചാൽ ഏകദേശം 2 കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ 5 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉള്ളത് കൊണ്ട് ആ ടൈം പീരീഡിൽ മാറ്റിവെക്കാൻ കഴിയുന്ന തുക മാത്രം തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം നിക്ഷേപ തീരുമാനമെടുക്കുക. ജൂലൈ 27 വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. ഇനി 2 ദിവസം കൂടി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. തിരികെ വരികയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണമായ വിൽപ്പനയല്ല ഇവിടെ നടക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ MSE ഗ്രൂപ്പിന്റെ ടെർമിനൽ വിഭാഗമായ TILന് കൈമാറാനാണ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സെക്യൂരിറ്റീഡ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇതിഹാസത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. തുറമുഖത്തിന്റെ ബാക്കി 51% ഓഹരികളും അദാനി ഗ്രൂപ്പിന്റെ പക്കൽ തന്നെയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ തുറമുഖത്തിന്റെ ഭൂരിപക്ഷ നിയന്ത്രണവും അദാനിക്ക് തന്നെയാണുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഈ ഓഹരി കൈമാറ്റം അന്തിമമാക്കാൻ അദാനിക്ക് സാധിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന്റെ അനുമതി വളരെ നിർബന്ധമാണ്.
പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടന്നത് എന്നും സർക്കാർ അനുമതിയോടെ മാത്രമേ അന്തിമ കരാറിലേക്ക് കടക്കൂ എന്നും അദാനി പോർട്സും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ സാമ്പത്തിക വശങ്ങളും ലാഭവിഹിതവും പരിശോധിക്കുമ്പോൾ ഉയർന്നു വരുന്ന ചില പ്രധാന വിവരങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ ചെലവിന്റെ വലിയൊരു പങ്കും, അതായത് ഏകദേശം 67% വഹിക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ്. എന്നാൽ വലിയ തോതിലുള്ള പൊതുപണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പദ്ധതിയുടെ നടത്തിപ്പ് അവകാശവും സിംഹഭാഗം ലാഭവും സ്വകാര്യ പങ്കാളിയായ അദാനി ഗ്രൂപ്പിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണ് കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൊതുമേഖലാ പങ്കാളിത്തമുള്ള പദ്ധതികളുടെ സാധാരണ കരാർ കാലാവധി 30 വർഷമാണെന്നിരിക്കെ വിഴിഞ്ഞത്തിന് അത് 40 വർഷമായി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഈ അധിക 10 വർഷം വഴി അദാനി ഗ്രൂപ്പിന് ഏകദേശം 29,217 കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് മുൻ CIG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കൂടാതെ നിശ്ചിത ശേഷി കൈവരിച്ചാൽ ഈ കാലാവധി വീണ്ടും 20 വർഷത്തേക്ക് കൂട്ടി നീട്ടാനും വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്ത് നടന്ന നിക്ഷേപം പ്രവർത്തനം ആരംഭിച്ച് 11 വർഷത്തോടെ തന്നെ പൂർണ്ണമായും തിരിച്ചു പിടിക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടലുകൾ. എന്നാൽ സാധാരണഗതിയിൽ നിക്ഷേപം തിരിച്ചു പിടിക്കുന്ന ഘട്ടം മുതൽ സംസ്ഥാന സർക്കാരുമായി ലാഭം പങ്കിടേണ്ടതായിരുന്നു. നിലവിലെ കരാർ പ്രകാരം പദ്ധതി ആരംഭിച്ചിട്ട് 15 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർക്കാരിന് വരുമാന വീതം ലഭിച്ചു തുടങ്ങുകയുള്ളൂ. അതും വെറും 1% തുടങ്ങി വളരെ പതുക്കെ മാത്രമാണ് വർദ്ധിക്കുന്നത് പോലും. വിഴിഞ്ഞം പോർട്ട് കമ്പനിയുടെ പക്കലുള്ള ആസ്തികൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി വായ്പ എടുക്കാൻ അദാനി ഗ്രൂപ്പിന് കരാർ വഴി അനുമതിയും നൽകിയിട്ടുണ്ട്. ഇത് സ്വകാര്യ പങ്കാളിക്ക് വലിയൊരു സാമ്പത്തിക നേട്ടവും സുരക്ഷിതത്വവും നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. അദാനിയുടെ ഓഹരി കൈമാറ്റം വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് എങ്കിലും സാമ്പത്തിക രംഗത്ത് ഇത് ചില വലിയ സാധ്യതകളും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. നിലവിലുള്ള 16 ലക്ഷം TEU ശേഷി 2028ഓടെ 57 ലക്ഷം TEU ആയി വർദ്ധിപ്പിക്കാൻ ഈ നിക്ഷേപം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ശൃംഖലയായ MSC തന്നെ പങ്കാളിയാകുന്നതോടെ അവരുടെ വലിയ കണ്ടെയ്നർ കപ്പലുകൾ സ്ഥിരമായി വിഴിഞ്ഞത്ത് എത്താൻ തുടങ്ങും. ഇത് കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങൾക്ക് പകരം വിഴിഞ്ഞത്തെ ഒരു ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കുന്ന ഘടകമാണ്. വലിയ തോതിലുള്ള സർക്കാർ നിക്ഷേപം ഉപയോഗിച്ച് നിർമ്മിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ നിയന്ത്രണാധികാരവും വരുമാനവും CAG ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വകാര്യ പങ്കാളിക്ക് അനുകൂലമായ വ്യവസ്ഥകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. പുതിയ ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു പങ്ക് വലിയ ലാഭത്തോടെ MSCക്ക് കൈമാറുമ്പോൾ ആഗോള വിപണിയിൽ തുറമുഖത്തിന്റെ കുതിപ്പ് വർദ്ധിക്കുമെങ്കിലും സംസ്ഥാനത്ത് ഇതിൽ നിന്ന് ലഭിക്കേണ്ട യഥാർത്ഥ ലാഭവിഹിതത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും കനത്ത ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം എന്ന നമ്മുടെ സ്വപ്ന പദ്ധതി അദാനിക്ക് വലിയ ലാഭമാണ് നേടിക്കൊടുക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനിയുള്ള കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും കാരണമായേക്കാം. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഭാവി ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുമോ? ഇല്ല അല്ലെ? മറ്റെന്തെങ്കിലും പണം ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ബജാജ് ലൈഫിന്റെ നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ലോഞ്ചിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ ഇവിടെ നിക്ഷേപിച്ചേ മതിയാകൂ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭാവി കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അനുയോജ്യമെങ്കിൽ നിക്ഷേപ തീരുമാനം എടുക്കുക. ഓർക്കുക, ജൂലൈ 27 വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. ഇനി 2 ദിവസം കൂടി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.